ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ആഷിമോൻ എങ്ങടെ അങ്ങനെ സ്പ്രേ അടിക്കണേന്ന് വെച്ചാൽ നമ്മളിന്ന് അബുദാബി പോവാണ് കേട്ടോ. അബുദാബിയിൽ പാലസ് കാണാണ്ട്, മോസ്ക് കാണാണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം ദുബായ് പോവാൻ. പാപ്പാക്ക് 2-3 ദിവസം മാത്രമേ ലീവ് കിട്ടിയിട്ടുള്ളൂ. പാപ്പാക്ക് ലീവ് അധികം കിട്ടിയിട്ടില്ല. പിന്നെ പാപ്പ കൂടല്ലാതെ ഒന്നും നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ ലൈസൻസ് പാപ്പാക്ക് മാത്രമല്ലേ ഉള്ളൂ. ഹഷിമോനിക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ല. ഹഷിമോൻ എഴുതി കൊടുത്തിട്ടുണ്ട്, പക്ഷേ കിട്ടിയിട്ടില്ല. അതിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കുറുമ്പി കണ്ടില്ലേ, വണ്ടിയിൽ പാട്ട് വെച്ച് കാരണമാണ് ഈ കളിക്കണത്. എല്ലാവരുടെ കണ്ണടയൊക്കെ ഊരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അമ്മയെ വിളിക്കുന്നുണ്ട്. ഈ കുറുമ്പി പോയാൽ ഞങ്ങൾ എന്താ ചെയ്യാമെന്നറിയില്ല. ആ ഒരു ടെൻഷൻ എനിക്ക് മനസ്സിൽ ഇപ്പോഴേ ഉണ്ട്. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ആ മോസ്കിൻ്റെ അവിടെ എത്തിയിട്ടോ. മോസ്കിലേക്ക് കിടക്കണമെങ്കിൽ ആദ്യം അവിടെയാണ് മോസ്കിലേക്ക് കിടക്കണമെങ്കിൽ ആദ്യം ഈ ഗ്ലോബിൻ്റെ ഉള്ളിൽ കൂടെ വേണം കിടക്കാൻ. ഈ ഗ്ലോബിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ ഒരു മോളാണ്. എൻ്റെ തോളിൽ കുഞ്ഞാറ്റ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. കുഞ്ഞാറ്റനെ പാപ്പയുടെ അടുത്ത് കൈമാറി. പിന്നെ ഇതുണ്ടോ, എന്ത് ഭംഗിയാടോ ഈ ഗ്ലോബിൻ്റെ ഉള്ളിൽ. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് മാളാണേ. എത്രങ്ങാനും കടകളാണെന്നോ. സ്വദേശി, എന്താ പറയുക, തദ്ദേശി എന്നൊക്കെ പറയൂലേ, വിദേശി എന്നൊക്കെ പറയൂലേ, അങ്ങനെയാണ് ആളുകൾ. എത്രങ്ങാനും ആളുകളും എത്രങ്ങാനും കടകളും എത്രങ്ങാനും അതിൽ കോഫി ഷോപ്പ്, ഐസ്ക്രീം ഷോപ്പ്, ഫുഡ് കഴിക്കാനുള്ളത് എല്ലാതും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. ടിക്കറ്റും ഇതിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ. ഈ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ അകത്ത് കയറണമെങ്കിൽ. ടിക്കറ്റ് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ ഓരോ എന്താ പറയുക വാതിലുകളും ഡോറുകളൊക്കെ നമുക്ക് തുറന്ന് തരുള്ളൂ. ഇതുണ്ട് ദിനോസറിൻ്റെ റിനുമോൾ ഇതിനെ നോക്കി നിൽക്കുന്നുണ്ട്. ആദ്യം റിനുമോളൊന്ന് ഭയന്നെങ്കിലും പിന്നെ റിനുമോൾ അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കൽ തുടങ്ങി. ആഷിമോൻ അവിടെയുള്ള സ്പ്രേയും അത്രയൊക്കെ നോക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്താണ് പറയുക പാലസ് കാണാൻ പോകാൻ. ഇതിപ്പോൾ മോസ്കാണ് കേട്ടോ. എടോ ഇതൊരു ലോകമാണ്. നടക്കാൻ കുറച്ചൊക്കെ ഉണ്ട് നടക്കാൻ. എന്താണെന്ന് വെച്ചാൽ ബേബി ഇത് കണ്ടതാണ് കേട്ടോ. അതുകൊണ്ടാണ് ബേബിക്ക് വലിയ ഇതൊന്നും കാണിക്കാത്തത്. കാരണം ബേബി ഇത് കണ്ടാണ്. നമ്മളിനി ആദ്യമായിട്ടല്ലേ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. മാഷാ അല്ലാ, ഇതാണ് ആ മോസ്ക്. എന്തെന്ന് പറയുക, അൽ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് അങ്ങനെ തന്നെ തോന്നുന്നില്ല. അതന്നെയാണ് ഈ മോസ്ക്. ഇതിൻ്റെ ഭംഗി എത്ര വർണ്ണിച്ചാലും മതിയാവണില്ല, അത്രയും ഭംഗി. കാരണം ഡോറുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് വഴി വേണമെങ്കിലും നമുക്ക് പോവാം. എന്തോരം തൂണുകളൊക്കെ, എന്താ പറയുക, ഗ്രാനൈറ്റിൽ പതിച്ച ഒരു തൂണുകളെന്നൊക്കെ പറയൂലേ, ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ തൂണിനൊക്കെ. ഞാനും ഉഷും അങ്ങനെ മാറി മാറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടേക്ക് ആര് പ്രവേശിക്കണമെങ്കിലും തലയിൽ തട്ടണം. ഏത് വിദേശിയും ഏത് മതാമ ആയിക്കോട്ടെ, പക്ഷേ തലയിൽ തട്ടടാണ്ട് ഇതിൻ്റെ അകത്തേക്ക് കയറ്റൂല കേട്ടോ. ഈ മോസ്കിൻ്റെ അകത്തേക്ക് ഞാൻ കണ്ടോ ഇടയ്ക്ക് കുഞ്ഞാറ്റയ്ക്ക് ഗ്ലാസ്സൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നോക്കി. ഒരക്ഷ കുഞ്ഞാറ്റ അതൊക്കെ തട്ടിക്കളഞ്ഞു. പിന്നെ ഇവിടെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. എപ്പോഴും ഖുർആനോത്താണ് ഇതിൻ്റെ അകത്ത്. എന്താ ഖത്തം തീർത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ഷെയ്ഖ് സായിദ് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു രാജാവിൻ്റെ മക്ബറയിൽ ഖത്തം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ബുഷും പിന്നെ മനു ഒറ്റയ്ക്ക്, അശ്വനും റിനുമോളും ബേബിയും പാപ്പയും കുഞ്ഞാറ്റ അങ്ങനെ മാറി മാറി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ 30,000 ആളുകൾക്കാണ് ഇവിടെ നോമ്പ് തുറക്ക് ഫുഡ് കൊടുക്കൽ. ഇവിടെ 30,000 ആളുകൾക്കാണ് അത്രേ. അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ ആ വിദേശിയുടെ കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. തിരിച്ചു പോരുക ഇതുവഴി തന്നെ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ കൊളംബോലെ ഗ്ലോബിൻ്റെ അകത്തുനിന്ന്. അങ്ങനെ എന്തായാലും ശരി, ഇനി പാലസ് കാണാൻ പോവാണ്. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചോട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സി യു. എന്താ ഭംഗി, ഞാൻ കണ്ണൊക്കെ ഒന്നും കൂടെ തുറന്ന് നോക്കുകയാണ്. എന്താണ് അബുദാബി, വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല. ഞാൻ കാണാത്ത കാഴ്ചകളല്ലേ ഇതൊക്കെ. എന്തായാലും ശരി, എന്താണ് ഫ്ലാറ്റിൻ്റെയൊക്കെ വലിപ്പം ഉയരമൊക്കെ, മാഷാ അല്ലാ.